കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിന്റെ വാർത്തയിലേക്കാണ്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ തൃശൂർ റേഞ്ച് ഡിഐജിയുടെ ശുപാർശ. ഉത്തരമേഖല ഐജിക്കാണ് റിപ്പോർട്ട് നൽകിയത്. അച്ചടക്ക നടപടി പുനഃപരിശോധിക്കണമെന്നും ശുപാർശയുണ്ട്. അതേസമയം സസ്പെൻഷൻ ശുപാർശയിൽ സന്തുഷ്ടനല്ലെന്നും ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നും മർദ്ദനമേറ്റ സുജിത്ത് പറയുന്നു. ആദ്യം സുജിത്തിന്റെ പ്രതികരണത്തിലേക്ക്. ചെയ്യാൻ ശുപാർശ കേട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഒട്ടും ഞങ്ങൾ സംതൃപ്തനല്ല. കാരണം സസ്പെൻഷൻ അല്ല നമ്മുടെ ആവശ്യം. അവരെ ഈ 4 പേര് കൂടാതെ ഡ്രൈവറായിരുന്ന ഷുഹൈർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആളിപ്പോൾ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് തുടരുകയാണ്. ഈ 5 പേരെയും സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. പിന്നെ അവർക്കെതിരെ തക്കതായ നടപടി എടുത്തുകൊണ്ട് കേസിനെ വിധേയനാക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. റിനു ശ്രീധർ തിരുവനന്തപുരം ചെയ്യുന്നു. റിനു, അന്നൊരു ആഭ്യന്തര അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻക്രിമെന്റ് തടഞ്ഞതും സ്ഥലം മാറ്റിയതുമൊക്കെ. ഇപ്പോൾ ഈ കോടതിയുടെ ഇടപെടലിലൂടെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിന്റെ ഡെപ്ത് മാറുകയാണ്, ഗ്രാവിറ്റി കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടി മതിയാകില്ല, സസ്പെൻഷൻ വേണമെന്ന ശുപാർശയിലാണ് ഇപ്പോൾ DIG എത്തിയിരിക്കുന്ന റിപ്പോർട്ട് ഐജിക്ക് കൊടുത്തു. പക്ഷെ അതും മതിയാകില്ല. ഈ തല്ലിന് പുറത്താക്കണമെന്ന ആവശ്യമായി പ്രതിപക്ഷമടക്കം രംഗത്തെത്തുന്നു. സസ്പെൻഷൻ കൊണ്ട് പ്രശ്നം പരിഹരിക്കാനാകുമോ? അതിനപ്പുറത്തേക്ക് കടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടി വരില്ലേ? ഇതിനൊരു നിയമസാങ്കേതികത്വം വരുന്നുണ്ടോ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട്? സുഹൈല, കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലാണ് SI നുഹ്മാൻ, അതുപോലെ തന്നെ CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ട് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ ഉത്തരമേഖല DIGക്ക് ഉത്തരമേഖല DGPക്ക് DIGക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. രാജ്പാൽ മീണയ്ക്കാണ് ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. കൃത്യമായി തന്നെ ഇതിൽ നടപടി ശുപാർശ ചെയ്യുന്നുണ്ട്. കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസാണ്. കോടതി ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണം എന്നുള്ളൊരു ശുപാർശയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ ഇവരുടെ ഇൻക്രിമെന്റ് തടയുകയും 3 വർഷത്തേക്ക് പ്രൊമോഷൻ തടയുകയും സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ എടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ അത് മതി എന്നുള്ള ഒരു തീരുമാനമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ CCTV അടക്കം പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ നടപടി എടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അത് തൃപ്തികരമല്ല എന്നുള്ളതാണ് സുജിത്ത് മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇവരെ ഈ സർവീസിൽ നിന്ന് തന്നെ മാറ്റണം എന്നുള്ള ഒരു തീരുമാനം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. നേരത്തെ തന്നെ 20 ലക്ഷത്തോളം രൂപ ഇയാൾക്ക് നൽകി കേസ് ഒത്തുതീർക്കാൻ അടക്കം ഇവർ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങൾ സുജിത്ത് പരസ്യമായി പറഞ്ഞിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇതിൽ സ്വമേധയാ കേസെടുത്ത് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് DIGക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഒപ്പം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് DGPയോട് നിർദ്ദേശം നൽകുകയും തുടർന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും അതിനുശേഷമാണ് ഇപ്പോൾ തൃശൂർ റേഞ്ച് DIG ഇതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സുഹൈല, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.